എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി. ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. കൊച്ചി നഗരസഭ തോപ്പുംപടി 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡുറമിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരുതൽ 2025 പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. നഗരസഭ 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡുറോമിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരുതൽ 2025 പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. ഡിവിഷനിലെ 5000-ൽ പരം വിദ്യാർത്ഥികൾക്കായി നടത്തിയ പഠനോപകരണ വിതരണം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ 1-ാം തീയതി ക്ലാസ് തുറക്കുമ്പോൾ സ്കൂൾ മുറ്റത്ത് കൂട്ടക്കരച്ചിലായിരുന്നു. കുട്ടികളുടെയും കുട്ടികളുടെ അമ്മമാരുടെയും എഴുന്നേൽക്കാൻ പോയി. കുട്ടികൾക്ക് ഏറെ സന്തോഷത്തോടുകൂടി സ്കൂളിലേക്ക് വരാനുള്ള പ്രവേശനോത്സവമാണ് ഉള്ളത്. ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെൻറ് സ്കൂളിലാണ് മുഖ്യമന്ത്രി സംസ്ഥാന അടിസ്ഥാനത്തിൽ അത് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കുള്ള സന്തോഷമാണ് നമ്മുടെ കൗൺസിൽ തരുന്നത്. എല്ലാവർക്കും നല്ല പഠനോപകരണങ്ങൾ നൽകുക എന്ന് പറയുന്നത്. പുതിയ പഠനോപകരണങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാകും. പുതിയ സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുക. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം നമുക്കൊരു പ്രത്യേകത കൂടിയുള്ളത്, നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ ജില്ലയിൽ തന്നെ 100% മാർക്കോടെ പാസ്സായിട്ടുള്ള ഏക വിദ്യാലയം. കൗൺസിലർ ഷീബ ഡുറോം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ടോമി ചമ്പക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി. SNDP യൂണിയൻ കൊച്ചി താലൂക്ക് സെക്രട്ടറി ഷെയ്ൻ കൂട്ടുങ്കൽ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് SA ലത്തീഫ്, AES ചെയർപേഴ്സൺ AG അനില, വാലുമേൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ, സംഗീത റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CP സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.